Good morning. Greet in Jesus' name. Welcome to TFT. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടേണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 9, 1 Corinthians ചാപ്റ്റർ 1 കൊരിന്ത്യർ 2:9, 1 Corinthians ചാപ്റ്റർ 2 വേഴ്സ് 9 എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവം നമുക്ക് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന നന്മകൾ ഫ്യൂച്ചറിൽ നമ്മൾ പ്രാപിക്കാൻ പോകുന്ന കർത്താവിൻ്റെ കൂടെ നമ്മൾ പ്രാപിക്കാൻ പോകുന്ന നന്മകൾ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് താഴോട്ട് പറയാം, എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തുന്നു. അപ്പം നമ്മുടെ പ്രത്യാശ ഇതാണ്. ഒരു ദൈവത്തിൻ്റെ പ്രത്യാശ എന്താ? ലോകപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് പോസിറ്റീവായിട്ട് തോന്നും, അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഡ്ഢിത്തരമായിട്ട് തോന്നും. എന്നാൽ അതിന് ഒരു കാര്യം പ്രത്യേകം ഓർത്തണം, ആത്മീയ കാര്യങ്ങൾ ആത്മീയമായിട്ട് വിവേചിക്കണം, ഭൗതിക കാര്യങ്ങൾ ഭൗതികമായിട്ട് വിവേചിക്കണം. ആത്മീയ കാര്യങ്ങൾ ഭൗതികമായിട്ട് വിവേചിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര മണ്ടത്തരം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് മുഖേന നമുക്കതിനെ വെളിപ്പെടുത്തുന്നത് ഫ്യൂച്ചർ ഗ്ലോറിയെക്കുറിച്ചും ഫ്യൂച്ചർ ഹോപ്പിനെ കുറിച്ചും നമ്മുടെ ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മുടെ ഭാവി എന്നൊക്കെ പരിശുദ്ധാത്മാവ് നല്ല വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. വചനത്തിൽ കൂടെ അതെല്ലാം എഴുതി നമുക്ക് ഗ്രഹിക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞത് ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ അകത്തിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ള. ഇപ്പം എൻ്റെ ഉള്ളിൽ കൂടി ഇപ്പം എന്തൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറെ ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അത് എൻ്റെ ആത്മാവിന് അറിയാൻ പറ്റുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ആത്മാവായിട്ട് കമ്പയർ ചെയ്യുക. നമ്മുടെ അകത്ത് നടക്കുന്നത് നമ്മുടെ ആത്മാവിനല്ലാതെ മറ്റാർക്കും അറിയാൻ വയ്യാത്ത പോലെ ദൈവത്തിൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ മനസ്സിലൂടെ പോകുന്ന കണക്കുകൂട്ടലുകളും ദൈവത്തിൻ്റെ ആത്മാവിനല്ലാതെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനല്ലാതെ മറ്റാർക്കാണ് അറിയാൻ പറ്റുക? നാം സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല. ഇനി ഓർത്തോണം, ഒരു ദൈവത സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല. പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെയാണ്. ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ തന്നെ നമ്മൾ ഉറയ്ക്കണം. എൻ്റെ ഉള്ളിൽ ഇപ്പം വസിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ആത്മാവാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയരഹസ്യങ്ങൾ അറിയുന്ന അതേ ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നന്മകൾ പിടികിട്ടെ, ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കാൻ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതം പിടികിട്ടെ, ദൈവത്തിൻ്റെ പ്ലാൻസ് എന്താണെന്ന് പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്ത് തരും. അതിൽ കൂടെ നടക്കാനുള്ള സ്ട്രെങ്ത് നമുക്ക് തരും. ഇതെല്ലാം നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ആ ദൈവവഴിയെ കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം ഹിതപ്രകാരം നടക്കാനുള്ള ആഗ്രഹം പരിശുദ്ധാത്മാവ് ആദ്യം തരും. അതിനുശേഷം അത് ചെയ്യാനുള്ള ശക്തി, കാരണം നമുക്ക് ആഗ്രഹമില്ല, ശക്തിയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ തന്നത്. ഈ പരിശുദ്ധാത്മാവിനോട് മാറ്റി നിർത്തിയാലോ, അല്ലെ വെറും ഒരു ചെറിയ റോള് മാത്രം കൊടുത്താലോ? തീരുമാനങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് എടുക്കുക. നമ്മൾക്കൊരാവശ്യം വരുമ്പോൾ തീരുമാനമല്ല ഞാൻ തന്നെ എടുത്തോളാം, നിങ്ങളങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ. അങ്ങനെയാണോ? എന്തുകൊണ്ടാണ് ഒന്നാം സ്ഥാനം പരിശുദ്ധാത്മാവിന് കൊടുക്കാത്തത്? കാരണം ദൈവത്തിൻ്റെ ആത്മാവാണെന്നുള്ളത് ഒന്ന് തിരിച്ചറിവില്ല. 2, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് ഒരു ക്ലിയർ പിക്ചറില്ല. 3, പരിശുദ്ധാത്മാവിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് ആരാണ് സഭകളിൽ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിച്ചാൽ തന്നെ ഒരു ചെറിയ പോർഷൻ. ഞാൻ വർഷങ്ങളോളം അങ്ങനെ ഇരുന്നത്. പരിശുദ്ധാത്മാവിനെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കുക, അത് മാത്രമല്ല. ഒരു വീണ്ടും ജനിച്ച ഒരു ക്രിസ്ത്യൻ, ഒരു ദൈവവേദൻ ആ കർത്താവിൻ്റെ വഴിയെ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരും. അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞത് നമ്മൾ പരിശുദ്ധാത്മാവിനാണ് നടത്തപ്പെടുന്ന പറയുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന ലീഡ് ചെയ്യുന്ന എല്ലാ കാര്യം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. അല്ല തെറ്റിപ്പോവും, അല്ല നമ്മൾ ജഡത്തിലായിപ്പോവും, മാനുഷിക ബുദ്ധിയിലായിപ്പോവും, താഴോട്ട് പോവും. ദൈവത്തിൻ്റെ ആത്മാവാണ് തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകൾ പ്രസംഗിക്കില്ല. ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ തിങ്സ് ഷുഡ് ബി
ഡിസേൺ സ്പിരിച്വലി. അപ്പം ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ലോക മനുഷ്യർക്ക് പിടി കിട്ടത്തില്ല, തർക്കിക്കാൻ പോകണ്ട. എന്നാൽ നമ്മൾ ഒരു പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന വേറൊരു വ്യക്തിയോട് പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് പിടി കിട്ടും. അവർ പറയും, ബ്രദറെ ശരിയാണ്, ഇതിനകത്ത് കർത്താവിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്, കർത്താവ് അറിയാതല്ല, ഇതൊരു നന്മയ്ക്കാണ്, ഇതൊരു അനുഗ്രഹത്തിനാണ്. എന്നോട് ഈ അസുഖം വന്നതിന് ശേഷം ഞാൻ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, കർത്താവോട് ഞാൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് കുറേ കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ഷെയർ ചെയ്യും. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഞാൻ ആ ടൈമിലോട്ട് കൂടി ചെയ്ത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് എന്ത് പറഞ്ഞു ഞാൻ ഡീറ്റെയിൽഡ് ഷെയർ ചെയ്യും. അപ്പോൾ ചില സമയത്ത് എനിക്ക് ചെറിയൊരു ഡൗട്ട് കിടക്കും, ഇതെൻ്റെ ശബ്ദം തന്നെയാണോ കേട്ടതെന്ന്. എൻ്റെ മനസ്സ് തന്നെ സംസാരിച്ചാണ് എന്നെ സന്തോഷിപ്പിക്കുക. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദൈവാസന്മാർ, നല്ല കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ അഭിഷേകം പ്രാപിച്ച ദൈവാസന്മാർ എന്നെ വിളിച്ചപ്പോൾ അവരിതേ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ ഡീറ്റെയിൽഡ് എന്താണോ പറഞ്ഞിരുന്നത്, എന്നോട് പരിശുദ്ധാത്മാവ് എന്താണോ പറഞ്ഞത്, അതേ കാര്യങ്ങൾ അവർ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കേട്ടാണ്. അപ്പോൾ ആ ദേവാസം നില വന്നൊരു ദേവാസം പറയാം, എല്ലാ കാര്യങ്ങളും കർത്താവ് ഉറപ്പിക്കുന്നത് വേറെ 1-2 സാക്ഷികളിൽ കൂടിയാണ്. എനിക്ക് വലിയ സന്തോഷമായി. കാരണം പരിശുദ്ധാത്മാവ് എന്നോട് ആദ്യം സംസാരിച്ചില്ല, മറ്റൊരാൾ പറയുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് എന്നോട് നേരിട്ട് പറഞ്ഞു, ഈ രോഗം എന്തുകൊണ്ടാണ്, ഈ രോഗത്തിൻ്റെ എൻ്റെ എന്താണ്, ഈ രോഗം കൊണ്ട് എങ്ങനെ ദൈവത്തിന് നാം മഹത്വപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനത് പബ്ലിഷ് ചെയ്തത്. അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ബുദ്ധിയിലെടുത്തല്ല ഞാനത്. നമ്മൾ ആത്മീയ കാര്യങ്ങൾ ആത്മീയമായിട്ട് വിവേചിക്കണം. എനിക്കറിയാം പലർക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു തമാശ പോലോ അല്ലെങ്കിൽ ഒരു പുച്ഛമോ. പക്ഷേ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അത് വിവേചിക്കുന്നില്ല. എന്നിട്ട് പറയാം 14 പറയാം, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷസ്ഥമാക്കിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പിടികിട്ടുന്നില്ലെങ്കിൽ ഓർത്തോണം, വേൾഡിയാണ്. കാരണം അവർക്കത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതതിൻ്റെ പ്രശ്നം. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ കാര്യങ്ങൾ ആത്മീയമായിട്ട് വിവേചിക്കപ്പെടേണ്ടതാണ്. അതൊരു ലോക മനുഷ്യന് പിടികിട്ടത്തേയില്ല. അതാ പ്രശ്നം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.